തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പുതുവത്സരാശംസകൾ. ഏത് അവസ്ഥയ്ക്കും വിടുതൽ. പ്രിയ സഹോദരങ്ങളെ, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും, എത്രമാത്രം സഹനങ്ങൾ നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും, നമ്മുടെ അവസ്ഥ വേദനയോടെ ദൈവസന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ചാൽ അതൊന്ന് കേൾക്കുവാൻ നിന്ന് തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5:6 ബേത്സേദ കുളക്കടവിൽ 38 വർഷമായി രോഗിയായിരുന്ന ഒരു മനുഷ്യനെ യേശു കണ്ടു. സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോൾ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പരാതി പറയുന്ന ആ മനുഷ്യനോട് യേശു തമ്പുരാൻ പറയുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അത്രയും വർഷങ്ങളിലെ ദുഃഖ ദുരിതത്തിന് യേശുവിന്റെ ഒറ്റ വാക്കിനാൽ വിടുതൽ ലഭിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവം ഇന്നും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു ഭാരം തിങ്ങി ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65:24 പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. നീതിമാന്മാർ നിലവിളിക്കുമ്പോഴും നീതിമാന്മാർ പ്രാർത്ഥിക്കുമ്പോഴും അവർ കർത്താവിനോട് സംസാരിക്കുമ്പോഴും കർത്താവ് അത് ശ്രദ്ധ വെച്ച് കേട്ട് അവരുടെ ഞെരുക്കങ്ങളിൽ അവർക്ക് വിടുതൽ നൽകുന്നു. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. സുഭാഷിതങ്ങൾ 15:29 കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. ദൈവസന്നിധിയിൽ നേരോടെ വിശുദ്ധിയോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുന്നവർ നീതിമാൻ എന്ന പദവിക്ക് യോഗ്യതയുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറഞ്ഞിരിക്കുന്നില്ല, അതിനുള്ള ഉത്തരം അപ്പോൾ തന്നെ ലഭിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വിടുതൽ നൽകുന്ന ഏറ്റവും നല്ല ഒരു ഔഷധമാണ് യേശുവിന്റെ തിരുരക്തം. അവിടുത്തെ തിരുരക്തത്താൽ എന്നെ ശിരസ് മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. മറ്റൊരു കാര്യം, എപ്പോഴും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഫിലിപ്പിയർ 4:6 ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ കാലങ്ങൾ ഇന്നോളം സങ്കീർത്തനം 17:8 പറയുന്നത് പോലെ കണ്ണിന്റെ കൃഷ്ണവിളി പോലെ നമ്മെ കാത്തു പരിപാലിച്ച നമ്മുടെ ദൈവത്തിന് ദൈവദൂതന്മാരെ പോലെ എപ്പോഴും നന്ദിയും സ്തുതിയും നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ഏത് അവസ്ഥയ്ക്കും വിടുതൽ നൽകുന്ന നല്ല ദൈവത്തെ നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമുക്കായി എത്തിയിരിക്കുന്ന പുതിയ വർഷത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശംസകൾ നേരുന്നു. നന്ദി.